ശ്രീ മഹാഭാരതത്തിലെ അഞ്ചാമത്തെ സ്കന്ധമായ ഉദ്യോഗപർവം ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ധി സംഭാഷണം, അതായത് ഭഗവത് ദൂത് എന്ന് പറയുന്ന ഏറ്റവും രോമാഞ്ചദായകമായ രംഗത്തെ വർണ്ണിക്കുന്ന ഭാഗമാണ്. പല രീതിയിലുള്ള സന്ധി സംഭാഷണങ്ങൾ ധൃതരാഷ്ട്രപുത്രന്മാരും പാണ്ഡവന്മാരും തമ്മിൽ നടന്നു. ഏകദേശം സന്ധി നടക്കില്ല, യുദ്ധം തന്നെ അനിവാര്യമായി വരുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടും അവസാന കയ്യെന്നോണം സാമധാന ഭേദദണ്ഡങ്ങളെല്ലാം പ്രയോഗിക്കാൻ തയ്യാറായിക്കൊണ്ട് അവസാന കൈ എന്ന രീതിയിൽ മാത്രമേ യുദ്ധം ചെയ്യുകയുള്ളൂ എന്നുള്ള തീരുമാനം പാണ്ഡവന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവര് തങ്ങൾക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം കിട്ടിയില്ലെങ്കിലും 5 ഗ്രാമങ്ങളെങ്കിലും കിട്ടിയാലും തൃപ്തിപ്പെട്ടു കൊള്ളാം എന്നുള്ള ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൊണ്ട് ആണ് അവരുടെ സന്ദേശങ്ങളൊക്കെ പോയത്. അതും ദുര്യോധനനും ധൃതരാഷ്ട്രർക്കും സമ്മതമായിരുന്നില്ല. എങ്കിലും അവസാനവട്ടമായിട്ട് ജഗദ്ഗുരുവായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നേരിട്ട് ചെന്ന് ദൂത് പറയാം, അങ്ങനെ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൊണ്ട് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏത് രീതിയിലുള്ള നടപടിയും അത് തങ്ങൾക്ക് യശസ് വർദ്ധിപ്പിക്കും. യുദ്ധമുണ്ടാക്കിയത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ തങ്ങൾ അതിന് കുറ്റവാളികളല്ല. ലോകനാശത്തിന് കാരണമായത് ദുര്യോധനന്റെയും ധൃതരാഷ്ട്രരുടെയും അത്യാഗ്രഹമാണ്, അവരുടെ ദുഷ്ടതയാണ്, ക്രൂരതയാണ് എന്നുള്ള കാര്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദൂത്. ഭഗവാന്റെ കൂടെ അതുകൊണ്ട് തന്നെ ഒറ്റക്കായിരുന്നില്ല, ഭഗവാന്റെ സൈനികരുണ്ടായിരുന്നു. 1000-ഓളം വരുന്ന പടയാളികൾ, കുതിരപ്പടയാളികൾ ഉണ്ടായിരുന്നു, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. ഭഗവാന്റെ ദൂതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് നിരവധി ദിവ്യ പുരുഷന്മാരായിട്ടുള്ള മഹർഷിമാർ, നാരദാദി മഹർഷിമാർ, പരശുരാമൻ മുതലായിട്ടുള്ള ആളുകളൊക്കെ ദുര്യോധന സഭയിൽ, ധൃതരാഷ്ട്രയുടെ സഭയിൽ തങ്ങൾ വന്നുകൊള്ളാം എന്ന് ഭഗവാനോട് വഴിയിൽ വെച്ച് പറയുകയും ചെയ്ത് അവർ അവിടുന്ന് മറഞ്ഞു. അവർ അവരുടെ യോഗശക്തി കൊണ്ട് ഹസ്തനപുരിയിലെത്തും എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ വൃഗസ്ഥലി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ധാരാളം ബ്രാഹ്മണർ, നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഭഗവാനെ കണ്ട് നമസ്കരിക്കാൻ വേണ്ടി വന്നു. ഭഗവാന് അർഘ്യപാദ്യാദികളൊക്കെ ചെയ്ത് പൂജ ചെയ്തു. അവരുടെ കൂടെ ഭഗവാൻ കഴിഞ്ഞു. അവരുടെ ഗൃഹങ്ങളിൽ ചെന്ന് താമസിക്കാൻ ഭഗവാൻ തയ്യാറായില്ല. അവരുടെ ഗൃഹങ്ങൾ സന്ദർശിച്ചിട്ട് തിരിച്ചു വന്ന് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ ഉറങ്ങി. ഭഗവാൻ മൃഗസ്ഥലിയിൽ കഴിയുന്ന സമയത്ത് ദുര്യോധനൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ മണിമന്ദിരങ്ങൾ, പ്രാസാദങ്ങൾ, അതുപോലെ സഭകൾ, സുന്ദരികളായ സ്ത്രീകളെ ദാസ്യമാരായിട്ടൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഭഗവാൻ കണ്ടതായി ഭാവിച്ച പോലുമില്ല എന്ന് ദുര്യോധനൻ ധൃതരാഷ്ട്രോട് തൻ്റെ സഭയിൽ വെച്ച് പറയുകയും ചെയ്തു. ധൃതരാഷ്ട്ര ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ മന്ത്രിയും സഹോദരനുമായ വിതുരരെ വിളിച്ചിട്ട് പറഞ്ഞു, വിതുര, ഉപപ്ലാവ്യത്തിൽ നിന്നും പുറപ്പെട്ട സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതാ വൃഗസ്ഥലിയിൽ എത്തിയിരിക്കുന്നു, നമ്മുടെ രാജ്യത്ത് എത്തിയിരിക്കുന്നു. നാളെ രാവിലെ അദ്ദേഹം ഇവിടെ എത്തും. ആരാണ് ശ്രീകൃഷ്ണൻ? ആഹുകാനാമധിപതി പുരോഗ സർവസാത്വതാം മഹാമനാ മഹാവീര്യോ മഹാസത്വോ ജനാർദ്ദന സ്ഫീതസ്യ വൃഷ്ണിരാഷ്ട്രസ്യ ഭർത്താ ഗോപ്താച മാധവ ത്രയാണാമപി ലോകാനാം ഭഗവാൻ പ്രപിതാമഹ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മാഹാത്മ്യം ധൃതരാഷ്ട്രർക്ക് നല്ലവണ്ണം അറിയാം. ആഹുകന്മാരായ ആ യാദവന്മാരുടെ അധിപനാണ്, എല്ലാവരുടെയും മുന്നിൽ നടക്കുന്നവനാണ്, അവരുടെ മാർഗദർശിയാണ്. സാത്വതന്മാരായ വൃഷ്ണികളുടെ നേതാവാണ്, മഹാമനസ്കനാണ്, വലിയ മനസ്സുള്ളവനാണ്, മഹാവീരനാണ്, മഹാസത്വൻ, വലിയ ശരീരവും വലിയ മനസ്സും വലിയ ബുദ്ധിയും ഉള്ളവനാണ്. വൃഷ്ണി രാഷ്ട്രം എന്ന് പറയുന്ന ആ ജനാധിപത്യ രാജ്യം, റിപ്പബ്ലിക് ആയിട്ടുള്ള ആ ദ്വാരകാപുരിയുടെ അതിനെ ഭരിക്കുന്നവനും അതിനെ രക്ഷിക്കുന്നവനും ആണ് ആ യാദവ നേതാവായ ശ്രീകൃഷ്ണൻ. മാത്രമല്ല അദ്ദേഹം ത്രയാണാമപി ലോകാനാം ഭഗവാൻ പ്രപിതാമഹ. 3 ലോകം എന്ന് വെച്ചാൽ 14 ലോകം എന്നാണ് അർത്ഥം. ഊർധ്വലോകങ്ങളും ഭൂമിയും ഭൂമിക്ക് താഴെയുള്ള ബിലസ്വർഗങ്ങൾ അല്ലെങ്കിൽ അധോലോകങ്ങളും, ഇത് 3 ചേർന്നിട്ടാണ് 3 ലോകം, ത്രിലോകം എന്ന് പറയുന്നത്. ഈ 3 ലോകത്തിനും ഭഗവാൻ ആരാണ്? പ്രപിതാമഹനാണ്, മുത്തച്ഛൻ്റെയും അച്ഛനാണ്. അതായത് മുത്തച്ഛന എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെയും പിതാവാണ്, ബ്രഹ്മാവിനും കാരണക്കാരനായിട്ടുള്ള ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. സൃഷ്ടികർത്താവാണ്, അതുപോലെ സ്ഥിതിയും സംഹാരവും നിർവഹിക്കുന്ന ഏകനായ ആ തത്വമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാണ് ധൃതരാഷ്ട്രർ ഇവിടെ പറയുന്നത്. ദേവന്മാർ ബൃഹസ്പതിയോടെന്ന പോലെ യാദവന്മാരും വൃഷ്ണികളും അന്ധകന്മാരും ശ്രീകൃഷ്ണനോടാണ് തങ്ങൾക്കുള്ള ബുദ്ധി ചോദിക്കുക.
ഉപദേശങ്ങൾ ആരായുക. അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ ഞാൻ സമ്മാനങ്ങൾ കൊടുക്കും. ബാഹ്ലിക ജാതിയിലുള്ള 4 വീതം കുതിരകളെ പൂട്ടിയ 16 സ്വർണ്ണ നിർമ്മിതമായ രഥങ്ങൾ ഞാൻ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കും. കൂടാതെ 8 മത്തഗജങ്ങൾ, മതം ഇളകിയ ആനകൾ. അത് ഒരു നമ്മൾ വിചാരിക്കും അത് അങ്ങനെയല്ല, നല്ല ശക്തിയുള്ള ആനകൾ എന്നുള്ള അർത്ഥത്തിലാണ്. ശക്തിയുള്ള നല്ല ശക്തരായ പ്രഗത്ഭരായ ആനകളും അവരുടെ ആനക്കാരനുമായിട്ടുള്ള 8 പേരും കൊടുക്കും. 100 സുന്ദരികമാരായ ദാസിമാരെ ഞാൻ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കും. പാർവതീയമായ കമ്പളങ്ങൾ, പർവ്വത രാജ്യത്ത് ഉണ്ടാക്കിയ കമ്പിളി, എത്ര എണ്ണം, 18,000 കമ്പിളികൾ ഞാൻ സമ്മാനമായിട്ട് കൊടുക്കും. പിന്നെ അജിനങ്ങൾ, അതായത് മൃഗചർമ്മം, മാൻതോല്, 1000 മാൻതോല്. അത് സാധാരണ മാൻതോലല്ല, ചൈനയിൽ നിർമ്മിച്ചത്, ഫോറിൻ ഉൽപ്പന്നമാണ്. അവിടെ നിന്ന് ഇറക്കുമതി ചെയ്തതായ, ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതായ 1000 അജിനങ്ങൾ, മൃഗചർമ്മങ്ങൾ കൊടുക്കും. രാത്രിയിലും പകലും തിളങ്ങുന്ന എൻ്റെ കയ്യിലുള്ള അതിശ്രേഷ്ഠമായ രത്നം നീ കണ്ടിട്ടില്ലേ, ആ രത്നം ഞാൻ കേശവന് സമർപ്പിക്കും. ദിവസം 14 യോജന സഞ്ചരിക്കാൻ ശക്തിയുള്ള കോവർ കഴുതകളെ, രഥത്തിൽ പൂട്ടി സഞ്ചരിക്കാൻ സാധിക്കുന്ന കോവർ കഴുതകളെ ഞാൻ കേശവന് സമർപ്പിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ എത്രയെത്ര പുരുഷന്മാർ, എത്രയെത്ര ദാസിമാർ, എത്രയെത്ര രഥങ്ങൾ, കുതിരകൾ, ആനകളുണ്ടോ അതിൻ്റെ 8 ഇരട്ടി ഞാൻ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കും. അപ്പോൾ അത് കണ്ട് അതിശയിക്കും എന്നാണ് ഇവിടെ അർത്ഥം. എൻ്റെ മക്കളും അതുപോലെ കൊച്ചുമക്കളും എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലും. ദുര്യോധനനെ നമുക്ക് ഒഴിവാക്കാൻ, ദുര്യോധനൻ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. ദുര്യോധനൻ ഒഴിച്ചുള്ള മക്കളും കൊച്ചുമക്കളും ഒക്കെ അദ്ദേഹത്തെ അലങ്കൃതനായിട്ട് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടുന്ന് പുറപ്പെടും. നഗരത്തിൽ നിന്ന് നമ്മൾ അനാവൃതകളായ മംഗളകന്യകമാർ, അനാവൃതകൾ എന്ന് വെച്ചാൽ നഗ്നര് എന്നർത്ഥം എടുക്കേണ്ടതില്ല, മൂടുപടം ഇടാത്ത മംഗള സ്വരൂപിണികളായ കന്യകമാരെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ കൂട്ടിയിട്ട് പോകും. നഗരമാകെ തോരണങ്ങളെ കൊണ്ട് അലങ്കരിക്കണം. അതുപോലെ വെള്ളം തെളിച്ച് രാജമാർഗങ്ങളൊക്കെ തന്നെ പൊടിപടലങ്ങളൊക്കെ അമർന്നു കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം തളിച്ച് ശുദ്ധമാക്കി വെക്കണം, ഭംഗിയാക്കി വെക്കണം. ദുര്യോധനന്റെ ഭവനത്തിൽ വേണ്ട അദ്ദേഹത്തിന്റെ താമസം ദുശാസനന്റെ ഭവനത്തിലാക്കാം. കാരണം ദുശാസനന്റെ ഭവനമാണ് കുറെ കൂടി മനോഹരവും രമണീയവുമായിട്ടുള്ളതും. അത് AC ആണ്. എന്താണ്, സർവർത്തു സുമഹാധനം. ഓരോ ഋതുവിനനുസരിച്ചിട്ടും അതിലെ കാലാവസ്ഥ മാറുന്നത് കൊണ്ടാണ്. എയർ കണ്ടീഷൻഡ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ചൂട് കാലത്ത് തണുപ്പുണ്ടാക്കുന്നതും തണുപ്പ് കാലത്ത് ചൂടും നൽകുന്നതായ വിശിഷ്ടമായൊരു ഭവനമാണ് ദുശാസനന്റെ ഭവനം. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദുശാസനന്റെ ഭവനം തന്നെ ഭഗവാന് താമസിക്കാൻ വേണ്ടി ഏർപ്പാടാക്കുകയും ചെയ്യാം. എൻ്റെയും ദുര്യോധനന്റെയും ഏറ്റവും വിശിഷ്ടങ്ങളായ രത്നങ്ങളും ഞാൻ കേശവന് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് തൻ്റെ ഭൃത്യന്മാർക്ക് ഓരോരോ ആജ്ഞകൾ കൊടുക്കുകയാണ് നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാവ്. അപ്പോൾ ബുദ്ധിമാനായ വിതുരർ അദ്ദേഹത്തോട് പറഞ്ഞു, രാജാവേ, അങ്ങ് ബഹുമാന്യനാണ്, ശ്രേഷ്ഠനാണ്, അങ്ങ് വൃദ്ധനാണ്, എന്നുവെച്ചാൽ അനുഭവജ്ഞാനമുണ്ട്, ശാസ്ത്രജ്ഞാനിയാണ്, താർക്കികനാണ്, തർക്കബുദ്ധി ഉള്ളവനാണ്, പക്വതയുള്ളവനുമാണ്, നല്ല ആളാണ് എന്നർത്ഥം. എന്തിനാണ് ഇങ്ങനെ മുഖസ്തുതി പറയുന്നത്? ചന്ദ്രനിൽ കല ചന്ദ്രന്റെ ഭാഗമാണ്, അതിൽ ചന്ദ്രന്റെ കല ചന്ദ്രനെ വിട്ടുപോകുന്നില്ല, സൂര്യന്റെ പ്രഭ സൂര്യനെ വിട്ടുപോകുന്നില്ല, സമുദ്രത്തിന്റെ തിര സമുദ്രത്തെ ഒരിക്കലും വിട്ടുപോകുന്നില്ല. അതുപോലെ അങ്ങയിൽ ധർമ്മവും ഒരിക്കലും വിട്ടുപോകാതെ കൂടെ തന്നെ ഉള്ളതാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് ഈ സമയത്ത് കാണിക്കേണ്ടത് എന്താണ്? ആർജവം കാണിക്കണം. അങ്ങ് കുട്ടികളെ പോലെ ബാലിശമായിട്ട് പെരുമാറാൻ പാടില്ല. ബാലിശത്വമല്ല കാണിക്കേണ്ടത്, ആർജവമാണ്, ഋജുത്വമാണ് കാണിക്കേണ്ടത്. കാരണം അങ്ങയുടെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും വലിയ ആപത്തുണ്ടാകാൻ പോകുന്നു, നാശമുണ്ടാകാൻ പോകുന്നു. ആ നാശം ഒഴിവാക്കാനുള്ള വഴി ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് അങ്ങയിൽ നിന്നും ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങ് പറഞ്ഞതിലും കൂടുതൽ സമ്മാനങ്ങൾ, ഉപഹാരങ്ങൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, ദാശാർഹനായ ശ്രീകൃഷ്ണ ഭഗവാൻ അതൊക്കെ അർഹിക്കുന്നു, അതിലും കൂടുതൽ അർഹിക്കുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങ് ധർമ്മം ഉദ്ദേശിച്ചിട്ടല്ല ഈ ഉപഹാരങ്ങൾ കൊടുക്കുന്നത്. ധർമ്മപൂർവകമായിട്ട് ധർമ്മത്തെ നിലനിർത്തിയാണ് കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങ് ധർമ്മത്തെ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത്, മറ്റു ചില സ്വാർത്ഥ ഗൂഢമായ ഉദ്ദേശങ്ങൾ വെച്ചാണ് ചെയ്യുന്നത് എന്ന് ഞാൻ സത്യം ചെയ്ത് പ്രതിജ്ഞ ചെയ്തിട്ട് പറയാം. മായേഷാ സത്യമേവൈതച്ഛദ്മൈതത് ഭൂരിദക്ഷിണാം ജാനാമി ത്വന്മതം രാജൻ ഗൂഢം ബാഹ്യേന കർമ്മണാം. പുറത്ത് ബാഹ്യമായ ചില കർമ്മങ്ങൾ കൊണ്ട് അങ്ങ് ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റെന്തോ നിഗൂഢമായിട്ട് രഹസ്യമായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന കാര്യം വളരെ വ്യക്തമാണ്. അങ്ങയുടെ അഭിപ്രായം, അങ്ങയുടെ ആ മനസ്സ് എനിക്കറിയാം. അത് ഛദ്മമാണ്, മായയാണ്, കാപട്യമാണ്, ചതിയാണ്. അതുപോലെ നേരെ ചൊവ്വയുള്ള പ്രവർത്തനമല്ല. ഇതെനിക്ക് സത്യമായിട്ട് അറിയാൻ സാധിക്കും. ഞാനത് തന്നെ പറയുന്നു.
ഈ ശ്രീകൃഷ്ണൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പാണ്ഡവന്മാരുടെ ദൂതനായിട്ടാണ്. പാണ്ഡവന്മാര് 5 ഗ്രാമങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അത് കൊടുക്കാൻ അങ്ങ് ഇപ്പോഴും തയ്യാറല്ല. എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അർത്ഥം കൊണ്ട്, അതായത് ധനം കൊണ്ട് ഉപഹാരങ്ങൾ കൊടുത്തിട്ട് അനുനയിപ്പിച്ച് കൃഷ്ണനെ ജയിക്കാൻ, കൃഷ്ണനെ തൻ്റെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവരിൽ നിന്നും ആ ശ്രീകൃഷ്ണ ഭഗവാനെ അടർത്തി മാറ്റി സ്വന്തമാക്കാൻ, അങ്ങനെയും പാണ്ഡവന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങ് ദുഷ്ടമായ ലക്ഷ്യത്തോടുകൂടി പെരുമാറുകയാണ്. അതൊരിക്കലും നടക്കുകയില്ല രാജാവേ. നചവിത്തേന ശക്യോസോ നോദ്യമേന ന ഗർഹയാ അന്യോ ധനഞ്ജയാത് കർത്തും ഏതത്തത്വം ബ്രവീമിതേ. ഞാൻ അങ്ങക്ക് ഒരു തത്വം പറഞ്ഞു തരാം. ധനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലെ പരിശ്രമങ്ങളെ കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിൽ പാണ്ഡവന്മാരെ നിന്ദിച്ച് താഴ്ത്തി കിട്ടിയിട്ടോ ധനഞ്ജയിൽ നിന്നും അർജുനനിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാനെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അടർത്തി മാറ്റാൻ, ഭഗവാനെ അല്ലെങ്കിൽ പാണ്ഡവന്മാരെ ഭിന്നിപ്പിക്കാൻ അങ്ങക്ക് സാധിക്കുകയില്ല, ആർക്കും സാധിക്കുകയില്ല. ഭഗവാൻ അങ്ങയുടെ സമ്മാനങ്ങളൊന്നും സ്വീകരിക്കുകയില്ല. പൂർണ്ണകുംഭവും പാദപ്രക്ഷാളനം, കാല് കഴുകിക്കുന്നതും, പൂർണ്ണകുംഭം, പാദപ്രക്ഷാളനം, കുശലപ്രശ്നം, ഈ 3 കാര്യങ്ങൾ മാത്രമേ ശ്രീകൃഷ്ണൻ അങ്ങയിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ എന്ന് ഞാൻ സത്യം ചെയ്ത് പറയാം. അതിൽ കവിഞ്ഞൊന്നും ഭഗവാൻ അങ്ങയിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അദ്ദേഹം വരുന്ന കുരുക്കൾക്ക് ഹിതം പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആ ഹിതമാണ് അങ്ങ് ഉപഹാരമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. അതായത് എന്തിനാണ് അദ്ദേഹം പറയുന്നത്? ശമമിച്ഛന്തി ദാശാരഹ തവ ദുര്യോധനസ്യ ച പാണ്ഡവാനാം ച രാജേന്ദ്ര തദസ്യ വചനം കുരു. ശമം, ശാന്തി, യുദ്ധം ഒഴിവാക്കിയിട്ട് ദുര്യോധനനും അങ്ങയ്ക്കും ശാന്തി ഉണ്ടാകും, പാണ്ഡവന്മാർക്കും ശാന്തി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഉപായവുമായിട്ട് അദ്ദേഹം വരുന്നു. ആ ഉപായത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങ്, ആ വാക്ക് കൊടുക്കലാണ് അങ്ങ് ഭഗവാന് കൊടുക്കേണ്ടതായ ഏറ്റവും വലിയ ഉപഹാരം. അങ്ങക്ക് അത് ചിന്തിച്ചാൽ മനസ്സാകും. പിതാസിരാജൻ പുത്രാസ്തേ വൃദ്ധസ്ത്വം ശിശവഃപരേ വർത്തസ്വ പിതൃവത്തേഷു വർത്തന്തേ തേപി പുത്രവൽ. അങ്ങ് അച്ഛനാണ്, അങ്ങ് പാണ്ഡവന്മാർക്ക് അച്ഛനാണ്, പിതാവിന് സമാനനാണ്, അവർ അങ്ങക്ക് മക്കളാണ്, പുത്രന്മാരെ പോലെ തന്നെയാണ്. അങ്ങ് വൃദ്ധനാണ്, അവർ അങ്ങയുടെ ശിശുക്കളാണ്. വർത്തസ്വ പിതൃവത്തേഷു, അതുകൊണ്ട് അങ്ങ് പാണ്ഡവന്മാരിൽ അച്ഛനെ പോലെ പെരുമാറിയാൽ അവർ അങ്ങയുടെ അടുത്ത് പുത്രന്മാരെ പോലെ പെരുമാറി അങ്ങയെ സ്നേഹിക്കും, അങ്ങയെ സംരക്ഷിക്കും. അങ്ങയുടെ മക്കളെയും അവരെ ഉപദ്രവിക്കുകയില്ല, കൊല്ലുകയില്ല, അവർ സൗഹാർദ്ദത്തിൽ കഴിയുകയും അതുപോലെ സാഹോദര്യത്തോടെ കഴിയുകയും ചെയ്യും. ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങയോട് അഭ്യർത്ഥിക്കാൻ വരുന്നത്. അത് അങ്ങ് നടപ്പിലാക്കി കൊടുക്കുകയാണ് അദ്ദേഹത്തെ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപഹാരം. ഇത് കേട്ട് ദുര്യോധനൻ പറഞ്ഞു, വിതുരർ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദുര്യോധനൻ നല്ല ബുദ്ധി വന്നോ? ദുര്യോധനൻ പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, വിതുരർ പറയുന്നത് ശരിയാണ്, കൃഷ്ണനെ പാണ്ഡവന്മാരിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാൻ, മനസ്സ് മാറ്റി വശത്താക്കാൻ സാധിക്കുകയില്ല. എന്തൊക്കെ കൊടുത്താലും ശ്രീകൃഷ്ണൻ നമ്മുടെ പക്ഷം ചേരുകയില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണന് ഒന്നും കൊടുക്കരുത്, ഒന്നും ഉപഹാരം കൊടുക്കേണ്ടതില്ല, കൊടുത്തതൊക്കെ നഷ്ടമായി മാറും. ഇന്ന് മാത്രമല്ല, നമ്മൾ സമ്മാനങ്ങൾ കൊടുത്താൽ നമ്മൾ ഭയന്നിട്ടാണ് അത് കൊടുത്തത് എന്ന് അദ്ദേഹം കരുതുകയും ചെയ്യും. അത് നമ്മുടെ ദൗർബല്യമായിട്ട് കരുതും. ദുര്യോധനന്റെ ബുദ്ധി വേറെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കൃഷ്ണൻ ലോകപൂജിതനാണ്. ദുര്യോധനൻ പറയുന്നതാണ്, ശ്രീകൃഷ്ണൻ ലോകപൂജിതനാണ്, 3 ലോകത്തിനും അദ്ദേഹം സംപൂജ്യനാണ്, അതെനിക്കും അറിയാം, അതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷേ എനിക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കും. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ദുര്യോധനൻ പറയുന്നു, യുദ്ധം ഇതാ തുടങ്ങിക്കഴിഞ്ഞു, നമ്മൾ സൈനിക സന്നാഹമാക്കി, ഇനി അതിൻ്റെ തീയതി നിശ്ചയിച്ച് ആക്രമണം തുടങ്ങാനുള്ള താമസം മാത്രമേ ഉള്ളൂ. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഈ യുദ്ധത്തിൽ നിന്നും ആർക്കും എന്നെയും നമ്മളെ ആരെയും പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല. സൽക്കാരങ്ങൾ കൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രയോജനവുമില്ല. അത് കേട്ട് ഭീഷ്മർ പറയാണ്, സത്കൃതോ അസത്കൃതോ വാപി ന ക്രുദ്ധേത ജനാർദ്ദന നാലമേനം അവജ്ഞാതും നാവജ്ഞയോ ഹി കേശവ. വിതുരർ പറഞ്ഞതുപോലെ ഒരു ബുദ്ധിയാണ് ഭീഷ്മർ ഉപദേശിച്ചത്. സൽക്കരിച്ചാലും ശരി, സൽക്കരിച്ചില്ലെങ്കിലും ശരി, ശ്രീകൃഷ്ണ ഭഗവാനെ സൽക്കരിക്കുകയോ സൽക്കരിക്കാതിരിക്കുകയോ ചെയ്താലും ഭഗവാനെ ദേഷ്യം പിടിപ്പിക്കരുത്. ന ക്രുദ്ധേത ജനാർദ്ദന, ഭഗവാനിൽ ക്രോധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം. അവജ്ഞാതം, അവജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? അപമാനിക്കുക എന്ന് പറയുന്ന ക്രിയ നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. സൽക്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സൽക്കരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അപമാനിക്കരുത്. അവജ്ഞയോ, ശ്രീകൃഷ്ണൻ അപമാനിക്കപ്പെടേണ്ടവനല്ല. അവിടുന്ന് പറയുന്നത് സശ്രദ്ധം കേൾക്കുക, നിസ്സംഗമായിട്ട് സംശയരഹിതമായിട്ട് അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് രാജാവെ അങ്ങ് ചെയ്യാനുള്ളത്. വാസുദേവേന തീർത്ഥേന ക്ഷിപ്രം സംശാമ്യ പാണ്ഡവൈഹി. വാസുദേവൻ തീർത്ഥമാണ്. തീർത്ഥം എന്ന് വെച്ചാൽ തരണം ചെയ്യിക്കുന്നത്, അക്കരെ കടത്തി തരുന്നത്, പാപത്തിൽ നിന്നും തരണം ചെയ്യുന്നവൻ.
ദുഃഖത്തിൽ നിന്ന് തരണം ചെയ്യുന്നവനാണ് ശ്രീ വാസുദേവൻ. ആ വാസുദേവൻ തീർത്ഥമായതുകൊണ്ട് തന്നെ ഈ കുരുക്കളെ മുഴുവനായും കരകയറ്റാൻ വേണ്ടിയിട്ട് രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. പാണ്ഡവരോടൊപ്പം നമ്മളെയും അദ്ദേഹം രക്ഷിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ച് കേട്ട് അതിനെ അനുഷ്ഠിക്കുകയാണ്, അംഗീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭഗവാൻ ധർമ്മ്യം അർത്ഥ്യം രണ്ട് തരത്തിലുള്ള വാക്കുകൾ പറയും. ധർമ്മപരമായിട്ടും നമുക്ക് വിത്തം, നമുക്ക് ധനമുണ്ടാക്കുന്ന ലാഭകരമായിട്ടുള്ള കാര്യവും പറയും. അതിന് നമ്മൾ തിരിച്ച് പ്രിയവാക്യം കൊണ്ട് മറുപടി പറയുക. അങ്ങയും അങ്ങയുടെ ബന്ധുക്കളും അതിനനുസരിച്ച് മറുപടി പറയുകയാണ് വേണ്ടത്. ദുര്യോധനൻ അപ്പോൾ ഭീഷ്മരോട് പറയുകയാണ്, ഹേ പിതാമഹ, മുത്തശ്ശ, ഇനി അക്കാര്യം നടക്കുകയില്ല, ഇനി അത് നടപ്പില്ല. ജീവിതാവസാനം വരെയും ഞാൻ പാണ്ഡവന്മാരോടൊപ്പം ജീവിക്കുകയില്ല. പരസ്പരം സഹകരിച്ച് പാണ്ഡവന്മാരോടൊപ്പം ഞാൻ ഈ ജീവിതാന്ത്യം വരെ ജീവിക്കുകയില്ല എന്ന് ഉറപ്പ് പറയുകയാണ്. പക്ഷെ ഞാനൊരു കാര്യം, ഒരു തീരുമാനം ഇപ്പോൾ പറയാം. ഇതെന്തു സ്വമഹത് കാര്യം ശൃണുമേ യത് സമർത്ഥിതം പരായണം പാണ്ഡവാനാം നിയച്ഛാമി ജനാർദ്ദനം. ഒരു വലിയ കാര്യം ഞാൻ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. എന്താണ് അത് നിങ്ങൾ കേട്ട് എന്നെ പിന്തുണക്കുക. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? പാണ്ഡവന്മാർക്ക് പരായണമായ, പാണ്ഡവന്മാർക്ക് ആശ്രയസ്ഥാനമായിട്ടുള്ള, പാണ്ഡവന്മാരുടെ സഹായിയായിരിക്കുന്ന ജനാർദ്ദനനെ നമുക്കിവിടെ പിടിച്ചു കെട്ടിയിടാം. ശ്രീകൃഷ്ണ ഭഗവാൻ ദൂതനായിട്ട് വരുമ്പോൾ ആ ശ്രീകൃഷ്ണനെ നമുക്ക് ബലമായി പിടിച്ച് ബന്ധനസ്ഥനാക്കി ഇട്ട് അദ്ദേഹത്തെ ദ്രോഹിക്കാം. അതുകൊണ്ട് എന്താണ് ഗുണം? തസ്മിൻ ബദ്ധേ ഭവിഷ്യന്തി വിഷ്ണയ പൃഥിവീ തഥാ പാണ്ഡവാശ്ച വിധേയാമേ സച പ്രാതരവിഹയിഷ്യതി. ശ്രീകൃഷ്ണ ഭഗവാൻ ബന്ധനസ്ഥനായി കഴിഞ്ഞാൽ, തടവിലിട്ട് കഴിഞ്ഞാൽ, യാദവന്മാരും പാണ്ഡവന്മാരും പിന്നെ ഈ ലോകം മുഴുവനും എൻ്റെ വശവർത്തികളായിട്ട് മാറും. എല്ലാം എനിക്ക് അധീനമായി തീരും. കാരണം വൃഷ്ണികരുടെ ആശ്രയം ശ്രീകൃഷ്ണനാണ്, പാണ്ഡവന്മാരുടെ ആശ്രയവും ശ്രീകൃഷ്ണനാണ്, മൂന്ന് ലോകത്തിൻ്റെയും ആശ്രയം ഭഗവാനാണ് എന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ ആ ഭഗവാനെ തടവിലിട്ടതായി മൂന്ന് ലോകവും എനിക്കായി തീരും. ഇതാണ് ദുര്യോധനന്റെ ബുദ്ധി. ഇത് നേടാൻ വേണ്ടിയിട്ട്, ഈ ഭഗവാനെ ബന്ധിക്കാൻ വേണ്ടിയിട്ട് ഉപായം നിങ്ങൾ പറഞ്ഞു തരൂ ഭീഷ്മരെ, പിതാമഹ. അയാൾ നാളെ രാവിലെ ഇങ്ങോട്ട് വരികയാണ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് ബന്ധിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം കൈയും കാലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരികയാണ്. നമുക്ക് പിടിച്ച് കെട്ടേണ്ട പണി മാത്രമേ ഉള്ളൂ. അദ്ദേഹം അറിയാതെ, അയാൾ അറിയാതെ രഹസ്യമായിട്ട് എങ്ങനെയാണ് അതിനുള്ള ഗൂഢനീക്കങ്ങൾ നടത്തേണ്ടത് എന്ന കാര്യമാണ് നിങ്ങൾ സഭയിൽ വെച്ച് ഇപ്പോൾ പറയേണ്ടത് എന്നാണ് ദുര്യോധനൻ പറഞ്ഞത്. ശ്രീകൃഷ്ണനെ ബന്ധിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രരും അദ്ദേഹത്തിന് അമാത്യന്മാരും കൗരവന്മാരും എല്ലാവരും നടുങ്ങിപ്പോയി, നിശ്ചലമായി പോകും. ഒന്നും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു. ധൃതരാഷ്ട്രരുടനെ വളരെ സംയമനത്തോടു കൂടിയിട്ട് മകനോട് പറയുകയാണ്, മയം ഭോജപ്രജാപാല നൈഷധർമ്മ സനാതന. ഹേ രാജാവേ എന്ന് വിളിക്കുകയാണ് തൻ്റെ മകനെ. രാജാവേ, പ്രജാപാല, അങ്ങനെ പറയരുത്. ഇത് സനാതനധർമ്മമല്ല. ദൂതനെ ബന്ധിക്കുക എന്നുള്ളത് സനാതനധർമ്മമല്ല. അതുകൊണ്ട് നീ ഇത് പറയരുത്, ചെയ്യരുത്. ദൂതശ്ചഹി ഹൃഷീകേശ സംബന്ധീജ പ്രിയശ്ചന അപാപ കൗരവേയേഷു സകഥം ബന്ധമർഹതി. ഹൃഷീകേശനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ ദൂതനായിട്ടാണ് വരുന്നത്. നമുക്ക് പ്രിയം പറയാനാണ് വരുന്നത്. നമ്മുടെ ബന്ധുവാണ്, നമ്മുടെ ബന്ധുവായിട്ടുള്ള പാണ്ഡുവിൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ മകനാണ്, ബന്ധുവാണ്. പലതരത്തിലും ബന്ധമുണ്ട്. കൗരവേയേഷു അപാപഹ, കൗരവന്മാരുടെ ഒരു പാപവും കുറ്റവും ചെയ്യാത്തവനുമാണ്. പിന്നെ എങ്ങനെയാണ് ആ ശ്രീകൃഷ്ണൻ ബന്ധനസ്ഥനാകാൻ യോഗ്യനായിത്തീരുന്നത്? കൃഷ്ണനെ ബന്ധിക്കുന്നത് ശരിയല്ല. പക്ഷെ ദുര്യോധനനെ ശക്തി കൊണ്ട് തടയാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ് പിന്തിരിപ്പിക്കാനോ ധൃതരാഷ്ട്രം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും അധർമ്മമായ കാര്യം ചെയ്യാൻ പോകുന്നു ശ്രീകൃഷ്ണൻ. ജഗദ്ഗുരുവായ, ജഗത്തിൻ്റെ പാലകനായ ശ്രീകൃഷ്ണനെ തന്നെ, എന്ന് വെച്ചാൽ വലിയ അപകടത്തെ വില കൊടുത്ത് വാങ്ങാനാണ് ദുര്യോധനൻ ആഗ്രഹിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും തൻ്റെ മകനെ തിരുത്താനോ പിന്തിരിപ്പിക്കാനോ അതിനു വേണ്ടിയിട്ട് അല്പം ഒരു പരുഷമായിട്ടുള്ള വാക്യം പറയാൻ പോലും ധൃതരാഷ്ട്ര തയ്യാറല്ല എന്ന് കണ്ടപ്പോൾ ഭീഷ്മർ പറയുകയാണ്, അല്ലയോ ധൃതരാഷ്ട്ര, നിന്റെ ഈ മകൻ മന്ദബുദ്ധിയാണ്. കാലം അവനെ എടുക്കുന്ന സമയം വന്നിരിക്കുന്നു. കാലം അവൻ്റെ ആയുസ്സിനെ കവർന്നെടുക്കുന്ന സമയം കാലം വന്നിരിക്കുന്നു. അവൻ അനർത്ഥം ചെയ്യുകയാണ്. സുഹൃത്തുക്കൾ പറയുന്നത് അവൻ കേൾക്കുന്നില്ല. നമ്മൾ പറയുന്ന നല്ല ഉപദേശങ്ങൾ അവൻ സ്വീകരിക്കുന്നില്ല. ഇവം ഉത്പത്തി വർത്തന്തം പാപം പാപാനുബന്ധിനം വാക്യാനെ സുഹൃതാം ഹിത്വ ത്വമപ്യസ്യാന് വർത്തസേ. ഉത്പത്തത്തിൽ ധർമ്മവിരുദ്ധമായ കാര്യത്തിൽ വർത്തിക്കുന്നവനായ ഇവൻ, പാപിയായ ഇവനെ, പാപികളുടെ പുറകെ പോകുന്ന ഇവനെ, സുഹൃത്തുക്കളുടെ നല്ല വാക്യത്തെ കേൾക്കാത്ത ഇവനെ അങ്ങും അനുസരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെ പുത്രനും അമാത്യരും കൃഷ്ണനാൽ തന്നെ നശിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല.
ഈ ധർമ്മവിട്ടവൻ്റെ വാക്കുകൾ കേൾക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷ്മർ സഭയിൽ നിന്നും സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. പിറ്റേന്ന് രാവിലെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഹസ്തിനപുരിയിലേക്ക് എഴുന്നള്ളുന്നത്. ഭഗവാൻ അവിടെ എഴുന്നള്ളുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ, ഏത് രീതിയിലാണ് കൗരവന്മാർ ഭഗവാനെ സ്വീകരിച്ചത്, പിന്നിട്ടുണ്ടായ ഉദ്വേഗജനകമായ കാര്യങ്ങൾ, ഭഗവാന്റെ ആ നൈപുണി എത്ര കണ്ടുണ്ടായിരുന്നു, ഏത് രീതിയിലാണ് ഭഗവാൻ അവരോട് പെരുമാറിയത് എന്നുള്ള കാര്യം നമുക്ക് തുടർന്ന് നോക്കാം.